ഉയർന്ന ശമ്പളത്തോടുകൂടി മെഡിക്കൽ IT രംഗത്ത് ജോലി നേടിയാലോ? ഇത് മെഡിക്കൽ സ്ക്രൈബിംഗിന്റെ കാലം. മറക്കണ്ട, ലൂമിനിസ്. നമ്മൾ യൂഷ്വലി ഗ്ലാമറസ് ആയിട്ടുള്ള നായികയും നായകനൊക്കെയാണ്. അതെ. എന്തുകൊണ്ട് അങ്ങനെ ഇല്ലാത്ത ഒരാൾക്ക് എന്തുകൊണ്ട് പ്രണയം സംഭവിച്ചുകൂടാന്ന് റൂമിൽ ഭയങ്കര വിശന്നിരുന്ന ഒരു ടൈമിൽ ചുമ്മാ ഇങ്ങനെ കടുങ്ങാപ്പിയുടെ ആദ്യത്തെ ഹമ്മിങ് ഇങ്ങനെ ഞാൻ പാടിയപ്പോൾ എനിക്ക് കൊള്ളാമെന്ന് തോന്നി. പെട്ടെന്ന് ഞാൻ മൊബൈൽ എടുത്ത് റെക്കോർഡ് ചെയ്തു. അപ്പോൾ ഈ പാട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു 6 മാസം ഇത് ആരോടും പറഞ്ഞില്ല. ഫ്രണ്ട്സ് എന്നെ കളിയാക്കും, ഇവനൊക്കെ കളിയാക്കുമെന്നൊരു പേടിയുണ്ടായിരുന്നു. ഡയറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആ ഒരു ആഗ്രഹമൊക്കെ ആയിട്ടാണ് എറണാകുളത്ത് വന്നത്. എന്തെങ്കിലും വിരഹം മുന്നേ ഉണ്ടായിരുന്നോ? അവനെന്തൊക്കെ പറയണം. നിന്നെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ പൂക്കണ പൂവ്, നിന്നെ കാണുമ്പോൾ എൻ്റെ ഒരെണ്ണം പ്രണയത്തിനെ പറ്റിയാണെങ്കിൽ ഒരെണ്ണം അമ്മനെ പറ്റി. അതാണ് പെട്ടെന്ന് കണക്ട് ആവും ആൾക്കാർ അല്ലേ? ഇവന്റെ ഒരു ഔട്ട് ഞങ്ങൾക്ക് പുറത്തിറക്കണം എന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. നമുക്കൊരു പാട്ടും തുടങ്ങിയാലോ? തുടങ്ങാം. പറയാതെ പറയുന്ന കടുങ്കാപ്പി മിഴിയുള്ള കരളേ നിൻ കനവുണ്ടെൻ കണ്ണിൽ. പറയാതെ പറയുന്ന കടുങ്കാപ്പി മിഴിയുള്ള കരളേ നിൻ കനവുണ്ടെൻ കണ്ണിൽ. കടലോളം സ്നേഹം ഉള്ളിലുള്ളിലുണ്ട്, പറയാനായി പലതും കാത്തുവെച്ചതെല്ലാം നിന്റെ കടുങ്കാപ്പി മിഴിയൊന്നു കാണാൻ ഞാനും ആ കടലിന്റെ കടവത്തു കാത്തു. ഓക്കെ, ലൈക്ക് ഇതാണ് നമ്മുടെ ഈ ഒരു പാട്ടിലൂടെ ഇപ്പം ഈ മൂഡ് തന്നെ ആക്ച്വലി ഭയങ്കര ഒന്ന് ലൈറ്റനപ്പായി. അതപ്പം നമ്മൾ ഒരുപാട് ചെറുപ്പക്കാർ അവരുടെ ഇപ്പോൾ കോളേജ് കാലഘട്ടത്തിലായാലും അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോവുകയാണെങ്കിലും ഇപ്പം ചുമ്മാ ഒന്ന് തട്ടുകടയിൽ ഇരുന്നൊരു ചായ കുടിക്കുകയാണെങ്കിലും ഈ ഒരു പാട്ട് ആരും പാടാതെ പോവില്ല. അത്രയ്ക്കും ആൾക്കാരുടെ എന്താ പറയുക ഉള്ളിലേക്ക് എടുത്തൊരു പാട്ടാണിത്. അപ്പം അത് ക്രിയേറ്റ് ചെയ്ത ക്രിയേറ്റേഴ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹായ്. അപ്പം നിങ്ങൾ ആദ്യം പരസ്പരം പരിചയപ്പെടുത്തിക്കോളും. എൻ്റെ പേര് ഹരി. ഞാൻ ഈ കടുങ്കാപ്പി ടീമിനകത്ത് അഭിനയിച്ച ഒരാളായിരുന്നു. ഏഡിയായിട്ടാണ് പോയത്. ഞാനിപ്പോൾ ഫിലിം ഫീൽഡ് പരിപാടി ആർട്ട് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് അരുൺ, നാട് കോട്ടയത്ത് പെരുവാന്ന് പറഞ്ഞ സ്ഥലത്താണ്. അഭിനയ പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുന്നു. ഓക്കെ. എൻ്റെ പേര് നിതിൻ, ഞാനൊരു ലീഡ് ആക്ടറാണ്. ഞാൻ കൊച്ചി തന്നെയാണ്. ഞാനിപ്പോൾ കറന്റ് UK ബേസ്ഡ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ ചേട്ടൻ. എൻ്റെ പേര് നിഖിൽ. എൻ്റെ വീട് കോട്ടയത്താണ്. വർക്ക് ചെയ്യുന്നത് പാലക്കാട് ആറ്റംസ് എന്ന് പറഞ്ഞ മീഡിയ കോളേജിൽ ഫാക്കൽറ്റി ആയിട്ട്. ഓക്കെ ചേട്ടൻ. എൻ്റെ പേര് നിഹാൽ, ഞാൻ MCOM പഠിക്കുന്നു. വീട് തേവരയിലാണ്. ഓക്കെ. അപ്പൊ ഇവരെന്നെയായിരുന്നു ലൈക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു 6 years ബാക്കാണ് നമ്മുടെ കടുങ്കാപ്പി എന്നുള്ളൊരു പാട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടിപ്പം നമുക്ക് കുറച്ച് ഒരു 6 വർഷത്തിൻ്റെ ഇടവേളയിൽ നമ്മളൊന്നും കേട്ടിട്ടുമില്ല. പക്ഷെ അതിൻ്റെ ഒരു സ്വാദ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സത്ത് ഇപ്പോഴും പോയിട്ടില്ല ആ പാട്ടിൻ്റെ. അപ്പം എങ്ങനെയാണ് ഈ പാട്ടിലേക്ക് ആക്ച്വലി ചേട്ടനാണ് അത് എഴുതിയത്, നിഖിൽ അല്ലേ? ചേട്ടനാണ് അത് എഴുതി കമ്പോസ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം എങ്ങനെയാണ് ആ കടുങ്കാപ്പി, അതിലൊരു പ്രണയമില്ലേ എന്ന് നമുക്ക് അല്ല നമ്മളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നാറുണ്ട്. എങ്ങനെയാ ആ സോങ്ങിലേക്ക് എത്തിയത്? ഇപ്പൊ തന്നെ ചേട്ടൻ ബ്ലഷ് ചെയ്യുന്നുണ്ട് ആക്ച്വലി. നല്ല ചൂട്. നിങ്ങളൊക്കെ മുന്നേ ഫ്രണ്ട്സ്, ഐ മീൻ കോളേജ് ടൈമിലെ ഫ്രണ്ട്സ്? അതെ, കോളേജ് ഞങ്ങൾ തേവര SH കോളേജിൽ ഞങ്ങൾ PG പഠിച്ചുകൊണ്ടിരുന്ന ആളെ. അപ്പോൾ ഇവനും അവിടെ സിനിമ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ ഈ പാട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു 6 മാസം ഇത് ആരോടും പറഞ്ഞില്ല.
പിന്നെ ഈ കടുങ്കാപ്പിയിൽ ലിറിക്സ് പിന്നീട് ഞാനും എൻ്റെ കൂട്ടാൻ അവനാണ് എൻ്റെ ക്യാമറ എനിക്കിൽ തീറ്റി എന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഇവനോട് ഞാനൊരു 6 മാസം കഴിഞ്ഞിട്ട് പറഞ്ഞു, എടാ ഞാനിങ്ങനെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്, ഭയങ്കര ചമ്മലോട് കൂടിയാണ് പറഞ്ഞത്. അപ്പം പറഞ്ഞു പാട്ട് കേട്ടിട്ട് പറഞ്ഞു എടാ ഇത് കൊള്ളാലോ എന്നൊരു സംഗതി പറഞ്ഞു. പിന്നെ അവിടെ തൊട്ട് പതുക്കെ ഇതിൻ്റെ ഓരോ പരിപാടികളൊക്കെ നോക്കി ഫൈനലി കടുങ്കാപ്പി സംഭവിച്ചു. പിന്നെ ഞാനും അവനും കൂടിയാണല്ലോ ഫൈനലി ലിറിക്സ് ഫൈനലാക്കിയത്. ഓക്കെ. അപ്പം ഇപ്പൊ ആദ്യമായിട്ട് ഇപ്പൊ നിഖിലേട്ടനാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തോട്ട് വന്നത്, മ്യൂസിക് വന്നതൊക്കെ ചേട്ടൻ്റെ അടുത്തുനിന്നാണ്. പക്ഷെ ഇത് ഷെയർ ചെയ്തുല്ലോ, എടാ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പാട്ട് നമുക്ക് ചെയ്താലോ എന്ന് പറഞ്ഞപ്പം ആദ്യത്തെ റിയാക്ഷൻ എന്തായിരുന്നു? ആദ്യത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് ലൈക്ക് ഇവൻ പറയുന്ന ഇവൻ്റെ ഉള്ളിലൊരു പാട്ടുണ്ട്, അത് ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇത് എങ്ങനെ ഇത് ഇറക്കണം, ഇത് എങ്ങനെ ഔട്ട് ഇറക്കണം എന്നൊന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഫിലിം പഠിക്കുന്ന ആൾക്കാരാണ്. സോ ഞങ്ങൾക്കും അതൊരു ഒരു എക്സ്പെരിമെൻറ്റ് പോലെ ഞങ്ങൾ തോന്നി, ഇത് ചെയ്യാമെന്ന് കരുതി. സോ ഞങ്ങൾ കയ്യിലുണ്ടായ റിസോഴ്സസ് വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ ക്യാമറ, ഞങ്ങളുടെ എക്യുപ്മെൻറ്റ്സ് ഞങ്ങൾ വെച്ചിട്ട് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ അപ്പോഴും ഞങ്ങൾ വിചാരിച്ചത് ഹിറ്റാവുന്നൊന്നും വിചാരിച്ചില്ല. ഇവൻ്റെ ഒരു ഔട്ട് ഞങ്ങൾക്ക് പുറത്തിറക്കണം എന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. ബട്ട് ഇറങ്ങിക്കഴിഞ്ഞു ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് റെസ്പോൺസ് എല്ലായിടത്തും കിട്ടി തുടങ്ങിയത്. പിന്നെ അതൊരു റോക്കറ്റ് പോകുന്ന ഒരു ഒറ്റ പോക്കങ്ങ് പോയി. അതായത് എൻ്റെ കടുങ്കാപ്പി ഞങ്ങൾ ആക്ച്വലി PG ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ ഞാൻ ചെയ്തൊരു പാട്ടാണ്. അപ്പം കോളേജിലൊരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് റൂമിൽ ഞാൻ ഇരിക്കുമായിരുന്നു. റൂമിൽ ഭയങ്കര വിശന്നിരുന്ന ഒരു ടൈമിൽ. അപ്പോൾ അവിടെ ഗിത്താറുണ്ട് റൂമിൽ, പക്ഷെ എനിക്ക് ഗിത്താർ വായിക്കാൻ അറിയാൻ പാടില്ല. പക്ഷേ ഗിത്താറിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ചുമ്മാ ഉണ്ട്, ഇപ്പോൾ ഇങ്ങനെ സൗണ്ട് വെച്ചാലും കേൾക്കും. അപ്പോൾ ഞാനൊരു ദിവസം ഒറ്റയ്ക്ക് ഇരുന്ന ടൈമിൽ ചുമ്മാ ഇങ്ങനെ മൂളിക്കൊണ്ടിരുന്നു പാട്ട്. അപ്പോൾ ഇങ്ങനെ ചുമ്മാ പാട്ട് പാടിക്കൊണ്ടിരുന്ന ടൈമിന് ഇടയ്ക്ക് ഇങ്ങനെ നമ്മുടെ കടുങ്കാപ്പിയുടെ ആദ്യത്തെ ഹമ്മിങ് ഇങ്ങനെ ഞാൻ പാടി വന്നതിന് എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നും. അപ്പോൾ എനിക്ക് ലൈഫിൽ ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു ഫീൽ തോന്നുന്നത്. അതായത് ഞാൻ പാടിയത് വെച്ച് രസമാണല്ലോ, ഇതിന് മുമ്പ് അങ്ങനെ ഒരു ഫീൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാനതായത് പാടിയപ്പോൾ എനിക്ക് കൊള്ളാമെന്ന് തോന്നി. പെട്ടെന്ന് ഞാൻ മൊബൈൽ എടുത്ത് റെക്കോർഡ് ചെയ്തിട്ട് അപ്പോൾ ആദ്യത്തെ ആ പല്ലവിയുടെ ആദ്യത്തെ വരി ഒന്ന് ഞാൻ പാടി ഇതാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ റഫ് ലിറിക്സ് എഴുതിയിട്ട് പിന്നെ എനിക്കൊരു പേടിയായിരുന്നു. അതായത് ഞാനൊരു പാട്ട് എഴുതിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് എന്നെ കളിയാക്കും, ഇവനൊക്കെ കളിയാക്കുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. ഇപ്പൊ നേരത്തെ ഒരു പാട്ട് പറഞ്ഞില്ലേ കുന്നി, ആ പാട്ടൊന്ന് പാടാൻ പറ്റോ? കണ്ടിട്ട് കൺമഷി കണ്ണല്ലടി കുഞ്ഞി നിനക്കെന്തൊരു ചന്തമടി, കൺമഷി കാതിലെന്നും കുഞ്ഞിനെയും കൊഞ്ചിക്കരകളടി, കൺമഷിയും കൈവളയും കാൽത്തളയും എന്തിനാടി, കൺമഷിയും കൈവളയും കാൽത്തളയും എന്തിനാടി, നിറച്ചാർത്ത് നിറമിഴിയിൽ നിനവാകെ നിന്നോർമകളും, നിറച്ചാർത്ത് നിറമിഴിയിൽ നിനവാകെ നിന്നോർമകളും, നിന്നെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ പൂക്കണ പൂവ്, നിന്നെ കാണുമ്പോൾ എൻ്റെ ഉള്ളിനുള്ളിലും തേന്. അയ്യോ ഭയങ്കര ബ്യൂട്ടിഫുൾ സോങ്. നമുക്ക് ആക്ച്വലി ഇപ്പൊ ഇതുവരെ ചെയ്ത് വെച്ചിട്ട് എല്ലാ സോങ്സ് പെട്ടെന്ന് കണക്ട് ആവും ആൾക്കാർ അല്ലേ? ഒരെണ്ണം പ്രണയത്തിനെ പറ്റിയാണെങ്കിൽ ഒരെണ്ണം അമ്മേനെ പറ്റിയുള്ള പറ്റി, അതേപോലെ നമുക്ക് അതൊരു ഭയങ്കര ഫീൽ വരും, ഭയങ്കര ഡെപ്ത് ഉള്ള സോങ്സ്. ഈ മക്കള് ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഈ കുന്നിയാ കൂടുതൽ ഇഷ്ടപ്പെട്ടു. പക്ഷെ പ്രണയിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അവർ പറയും കടുങ്കാപ്പി. അത് പല ജോണ്ടയിലുള്ള ആൾക്കാർക്കുള്ള സാധനങ്ങൾ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പൊ എന്റെ നായകനാണ് ഈ ഇരിക്കുന്നത്. അത് പറയുമ്പോ ആൾക്കാർ ജാടയൊന്നുമില്ലെങ്കിലും അവനെന്തൊക്കെ പറയണമെന്ന്. പക്ഷെ അതാ അത് ഇപ്പൊ ഇവരൊക്കെ കോളേജിൽ പരിചയപ്പെട്ടതാണ്. ചേട്ടൻ മാത്രമാണ് നമ്മുടെ നിഖിലേട്ടന്റെ നാട്ടിൽ ഉണ്ടായിരുന്ന ഫ്രണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു പ്രോജക്റ്റിലേക്ക് ഇങ്ങനെ ഒരു ഇതിൽ അഭിനയിക്കാൻ വേണ്ടി വിളിച്ചപ്പം എന്തായിരുന്നു, മുന്നേ അഭിനയിച്ചിട്ടുണ്ടോ, എന്തായിരുന്നു ആ ഒരു പ്രോസസ്? നിഖില് ഞാനവന് ഒരു കോളേജിൽ പഠിച്ചത്, ഡിഗ്രി പഠിച്ചത്. അവൻ സെൻറ്റ് സ്റ്റീഫൻ കോളേജ് ഉഴുവൂരിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ഫ്രണ്ടായിരുന്നു ഇവൻ. അങ്ങനെയാണ് എനിക്ക് ഇവനെ പരിചയം. അപ്പോൾ അവനും ഇവനും ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാനും അവരുടെ കൂടെ പോകുന്നു. അപ്പോൾ ഞാനിവിടെ എറണാകുളത്ത് പാർട്ട് ടൈം പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, ഇവൻ മാത്രം വേറെ റൂമിലാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ചെറിയ എഴുത്ത് പരിപാടിയും പിന്നെ അഭിനയം അങ്ങനെയുള്ളൊരു ചിന്തയില്ലായിരുന്നു. ഡയറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആഗ്രഹമൊക്കെ ആയിട്ടാണ് എറണാകുളത്ത് വന്നത്. അപ്പോൾ
ഇവൻ പിടിച്ച് അഭിനയിപ്പിച്ചാണ്. എന്താ പറയുക, കടുകാപ്പി പാട്ട് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ യൂഷ്വലി ആ ടൈമിലൊക്കെ ഉണ്ടായിരുന്ന ആൽബംസിലെല്ലാം ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ള നായികയും നായകനൊക്കെയാണല്ലോ. അതെ. അപ്പോൾ ഇത് ചെയ്ത് so called അതെ. അപ്പം ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എന്തുകൊണ്ട് അങ്ങനെ ഇല്ലാത്ത ഒരാൾക്ക് എന്തുകൊണ്ട് പ്രണയം സംഭവിച്ചുകൂടാന്ന് പറയും. അപ്പോൾ ഇവന് ഈ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള രീതി വന്നു. അപ്പോൾ ഇവൻ്റെ റൂമിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള ഒരു കൂട്ടുകാരുണ്ട്, ജയ്സാം എന്ന് വെച്ചു. അപ്പോൾ ഒരു ദിവസം ജയ്സാമിനെ അഭിനയിപ്പിക്കാൻ വേണ്ടി അവന് കമ്പനി കൊടുക്കാൻ വേണ്ടി ഇവൻ കയറി അഭിനയിച്ചു. എന്നിട്ട് ഇവരെനിക്ക് വീഡിയോ എടുത്തു. അപ്പം ഞാൻ എൻ്റെ റൂമിൽ നിന്ന് ഇവരുടെ റൂമിൽ വന്നപ്പോൾ ഇവർ ഈ വീഡിയോ കാണിച്ചത് അവിടെ ജയ്സാം അഭിനയിച്ചത് ഒന്ന് കണ്ടതെന്ന് വെച്ചിട്ട് എന്നെ കാണിച്ചപ്പോൾ ഇവൻ സൈഡിൽ നിന്നിട്ട് ഭയങ്കര സെൻറ്റി അടിക്കുവാടാ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ തന്നെ ഇവൻ അടിപൊളിയായിട്ട് സെൻറ്റി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടൈം തൊട്ട് ഞാനപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, ഓക്കെ ഈ സ്റ്റോറി ഇവനെ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ഇതായിരിക്കും. പിന്നെ എനിക്കൊരു സംശയമുള്ളതെന്ന് വെച്ചാൽ ഇവൻ അഭിനയിക്കുമോ. അപ്പോൾ ഞാൻ ആദ്യം ഇവനോട് പറഞ്ഞില്ല എന്തുവാണെങ്കിലും ഇത്. അപ്പോൾ ഞാൻ ഇവനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് വേറെ ഒരു കൂട്ടുകാരനെ കൂടി ചെയ്യിപ്പിക്കാനാണ് എന്നെ ചെയ്ത് കാണിക്കാമെന്ന് ചോദിച്ചു. ചില സമയത്ത് നന്നായിട്ട് ചെയ്യും, ചില സമയത്ത് ഇപ്പോൾ അരുണിൻ്റെ ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞാൽ അവൻ എത്ര വേണമെങ്കിലും ചെയ്തോളും. അപ്പം ഞങ്ങൾ കമ്പനിയും കൂടി അങ്ങോട്ട് ഞങ്ങൾ എല്ലാ ദിവസവും രാത്രി അതിലൊക്കെ ഇറങ്ങി അടിച്ചിട്ട് ഓരോ സ്ഥലത്ത് പോയി ഇത് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ഇതുമായിട്ട് വന്നപ്പോൾ സ്റ്റോറി ഇതൊക്കെ ആയിട്ട് തന്നെ അപ്പോൾ അവനും പേഴ്സണലി കുറച്ച് ഇതുമായിട്ട് കണക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കുറച്ചുകൂടി വർക്കായി. അപ്പം പിന്നെ പതുക്കെ പതുക്കെ അത് വർക്കാക്കി ഇവനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫൈനലി സെറ്റ് ആയത്. ഇപ്പൊ ഭയങ്കര കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം. അപ്പൊ അതിലെ വീഡിയോ അയച്ചപ്പോഴേക്ക് ഭയങ്കര വിഷമത്തിലൊക്കെ അഭിനയിച്ചോണ്ട് എന്തെങ്കിലും വിരഹം മുന്നേ ഉണ്ടായിരുന്നോ? വീരൊന്നുമില്ല ആ സമയത്ത്. കഴിഞ്ഞ വിരഹമൊന്നുമില്ല. ഇല്ല അല്ല, ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു വെങ്കച്ചിന് പുറകെ നടക്കുന്നുണ്ടായിരുന്നു. നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ. അന്നേരമാണ് ഇത് ഷൂട്ട് ചെയ്തത്. അത് കാരണം പുള്ളി ജീവിച്ച്. കാര്യം ഈ പാട്ട് വീഡിയോ കണ്ട് എല്ലാരും ചോദിക്കണത് ഇത് ഈ പുള്ളി തന്നെ പാടിയതല്ലേ എന്നുള്ള സീൻ. കാര്യം പുള്ളി എല്ലാം കൊടുത്ത് പുള്ളിക്ക് അപ്പൊ മറ്റേ ചിന്തിച്ചിട്ട് അങ്ങോട്ട് പിടിച്ചതാണ്. അല്ല, എന്നിട്ട് പിന്നാലെ നടക്കുന്ന കൊച്ചു എന്നിട്ട് റിലേഷൻഷിപ്പ് ആയോ? ഇല്ല ഇല്ല. ആ കുട്ടി പോയി. ആ കുട്ടിക്ക് അറിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്? പറഞ്ഞിട്ടുണ്ട്, പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ കാര്യം. വീഡിയോ ഇറങ്ങിയിട്ട് പുള്ളിക്കരുത് വിളിച്ച് പുള്ളി ഫോൺ എടുത്തില്ല. ആണോ? അങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞത്. അതെ. നിന്നെ കാണും നേരം തൊട്ടെന്നുള്ളം തേടി പായും തിരകൾ അലതല്ലും ഇടനെഞ്ചിൻ കൂടെ. നിന്നെ കാണും നേരം തൊട്ടെന്നുള്ളം തേടി പായും തിരകൾ അലതല്ലും ഇടനെഞ്ചിൻ കൂടെ. തേനായി സ്നേഹം തേൻവരിക്കയായി പൂവായി സ്നേഹം പൂമ്പാറ്റയായി നിന്റെ കടും കാപ്പി മെഴിയൊന്നു കാണാൻ ഞാനും ആ കടലിൻ്റെ കടവത്തു കാത്തു. പറയാതെ പറയുന്ന കടും കാപ്പി മിഴിയുള്ള കരളേൻ കനവുണ്ടൻ കണ്ണിൽ. പറയാതെ പറയുന്ന കടും കാപ്പി മിഴിയുള്ള കരളേൻ കനവുണ്ടൻ കണ്ണിൽ. കടലോളം സ്നേഹം ഉള്ളിലുള്ളിലുണ്ട് പറയാനായി പലതും കാത്തുവെച്ചതെല്ലാം നിന്റെ കടും കാപ്പി മെഴിയൊന്നു കാണാൻ ഞാനും ആ കടലിൻ്റെ കടവത്തു കാത്തു. നിന്റെ കടും കാപ്പി മെഴിയൊന്നു കാണാൻ ഞാനും ആ നമ്മുടെ ഇപ്പോഴും ആ ഒരു പാട്ടിന്റെ എന്താ പറയാ ആ ഒരു വൈബ് മാറിയിട്ടില്ല. ഇപ്പൊ എന്താ പറയാ ഒരുപാട് സ്ഥലത്ത് ആ പാട്ട് പ്ലേ ചെയ്യുമ്പോഴും എന്താ തോന്നുന്നത് അതൊക്കെ കാണുമ്പോ? വളരെ സന്തോഷം തോന്നുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നും പറയല്ലേ, വളരെ സന്തോഷം. അല്ല, സത്യം പറഞ്ഞാല് നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ഈ പറഞ്ഞ പോലെ. ഇപ്പൊ ആ പാട്ട് അന്ന് നമ്മൾ ചെയ്യുമ്പോ ഒരു പ്രതീക്ഷയില്ല. ലൈക്ക് നമ്മ അന്ന് ഈ പറഞ്ഞ പോലെ റീൽസ് ഇല്ല, ഷോർട്സ് ഇല്ല, ഒന്നുമില്ല, യൂട്യൂബ് മാത്രമേ ഉള്ളൂ. അപ്പൊ അന്ന് യൂട്യൂബിൽ ഇത് റീച്ച് എത്തണം ഇതൊന്നും പറഞ്ഞിട്ടല്ല നമ്മ അപ്ലോഡ് ചെയ്യണത്. അന്ന് അറിയായിരുന്നു ഈ യൂട്യൂബിന് റവന്യൂ കിട്ടും? ഇല്ല, ഒന്നും അറിയില്ല. ഇത് ഒന്നും അറിയാൻ പാടില്ല നമുക്ക്. ആളെന്നെ വിളിച്ചിട്ട് ലൈക്ക് ഒരു പ്രാവശ്യം പാട്ട് കേൾപ്പിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നീലാട്ടെ അന്നൊന്നുമില്ല, ചുമ്മാ റഫാ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നുകൂടി കേൾക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഇത് ഭയങ്കര ഹിറ്റ് ആവുന്നുണ്ട് നമുക്ക്. ചുമ്മാ ഇത് കേട്ടാലും ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മ ഇത് ഇപ്പൊ എവിടെ പോയാലും ഫ്രണ്ട് സർക്കിള്
ടൂർ പോയാലും ശരി, നമ്മൊരു കല്യാണത്തിന് പോയാലും ശരി, ഒരു കഫേ പോയാലും ശരി, ഈ പാട്ട് ഇപ്പോഴും കേൾക്കാനുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കാനും ഇത്രയും വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ വിളിക്കാനും ഉള്ള കാര്യം ഈ പാട്ടിന്റെ ഒരു സോള് കാരണം തന്നെയാണ്. അപ്പൊ സത്യം. അതെ. അപ്പൊ ചേട്ടാ അധികം സംസാരിക്കില്ല. അതെ അതെ, ചേട്ടാ സംസാരിക്കും. ചേട്ടന്റെ കണ്ണി പോക. ചേട്ടൻ എന്താ പറയുക, അധികം സംസാരിക്കാത്തൊരു ചേട്ടനാണ് കേട്ടോ. എന്താണ് സംസാരിക്കാത്ത? ഇല്ല, ചോദിക്കും. അപ്പൊ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ അങ്ങനെയാണ് എല്ലാരും ഒരേ ക്ലാസ്സിലായിരുന്നോ? അല്ല, ഞാൻ UG സെക്കൻഡ് ഇയർ ആയിരുന്നു, ഇവര് PG ഫസ്റ്റ് ഇയർ ആയിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ. അപ്പൊ ഇവരായിരുന്നു സീനിയേഴ്സ്? അല്ല, ഞാനാണ്. അല്ല, ആക്ച്വലി ഇവര് സീനിയേഴ്സ് UG PG എന്നുള്ളതല്ല. എന്നാൽ ആ കോളേജിൽ ഒരു വർഷം പഠിച്ചൊരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായല്ലോ. അങ്ങനെ അത് വെച്ചിട്ട് അപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ സെയിം ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾ. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റ് ഒരു ഗുണമുണ്ട്. അവിടെ ഫുള്ളി ആർട്ട് പരിപാടി, സിനിമ. എന്തായിരുന്നു പഠിച്ചത്? മറ്റേ സിനിമ തന്നെ. നിതിൻ ചേട്ടൻ ഞങ്ങള് MA സിനിമ ആൻഡ് ടെലിവിഷൻ, ആനിമേഷൻ, ഞാൻ ആനിമേഷൻ ഗ്രാഫിക് ഡിസൈൻ. പക്ഷെ എന്റെ കൂടുതലും ഈ കൂട്ടും പരിപാടി എല്ലാം ഈ പറഞ്ഞ സീനിയേഴ്സ് ഒക്കെ ആയിട്ടായിരുന്നു. കാര്യം നമുക്ക് വേറെ ഡിപ്പാർട്ട്മെന്റ് തന്നെ. അപ്പൊ അവിടെ ഫുള്ളി സിനിമ ചർച്ച അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നിഖിലേട്ടനായിട്ട് കമ്പനി ആവണം. നിഖിലേട്ടനാണ് ക്യാമറ ചെയ്തത്. നിഖിലേട്ടൻ എനിക്ക് ഇത് രണ്ട് നിഖിലായിരുന്നു ഭയങ്കര കൺഫ്യൂഷൻ വന്നാത്ത കാര്യം. വേറെ ഒരാളുണ്ട്. അപ്പൊ നിഖിലേട്ടനാണ് ഇങ്ങനെ ഈ നിഖിലേട്ടനെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ഈ പറഞ്ഞ പോലെ പുള്ളി എന്നെ വിളിച്ച് ഇതേപോലെ ഒരു ദിവസം പാട്ട് കേൾപ്പിച്ച്. അപ്പോൾ നിതിൻ ചേട്ടൻ അവിടെ ഉണ്ടെങ്കിൽ പോലും പുള്ളിയായിട്ട് എനിക്ക് അധികം കമ്പനിയില്ല. കാര്യം ഈ കോളേജ് വൈബ് പരിപാടികൾ, പല പൊളിറ്റിക്സ് ഉണ്ടാവുമല്ലോ, ആ പൊളിറ്റിക്സ്, ഈ പൊളിറ്റിക്സ് എല്ലാം മറന്നിട്ട്. അതെ അതെ, ഞങ്ങൾ വേറെ പൊളിറ്റിക്സ് കോളേജിൽ പാർട്ടി ആ പൊളിറ്റിക്സ് ആ പൊളിറ്റിക്സ് അതാണ്. ആ പൊളിറ്റിക്സ് ഒന്നാണെന്ന് മനസ്സിലായത് ഈ വർക്ക് വന്നപ്പോൾ. അതെ, അവിടുത്തെ കോളേജിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളെപ്പോഴും കുളിയെല്ലാം കഴിഞ്ഞിട്ട് അവിടെ കോപ്റ്റവന്യൂ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ പോയിട്ടിരിക്കും. അവിടെ പോയിട്ടിരിക്കുമ്പോൾ എപ്പോഴും ഈ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ സംസാരിക്കും സിനിമേനെക്കുറിച്ചും, ഇപ്പോൾ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഇതിൻ്റെ അകത്തുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ വർക്ക് ചെയ്ത് എല്ലാവർക്കും പേഴ്സണലി അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന കഥ ഇവരോട് പറഞ്ഞു കൊടുക്കുമ്പോഴാണെങ്കിലും ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ പാട്ട് കൊടുക്കുമ്പോഴാണെങ്കിലും പെട്ടെന്ന് നമുക്ക് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യം. അതെ, ഉയർന്ന ശമ്പളത്തോടുകൂടി മെഡിക്കൽ IT രംഗത്ത് ജോലി നേടിയാലോ? ഇത് മെഡിക്കൽ സ്ക്രൈബിംഗിന്റെ കാലം. മറക്കണ്ട, ലൂമിനിസ്. Taste the Daily.